രണ്ടോ അല്ല, നീണ്ട 3 മണിക്കൂറാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ബ്ലോക്കിൽ വൈദ്യുതി തടസ്സം നേരിട്ടത്. എന്താണ് ഇതിന് കാരണമായത്? കാപ്പി ഇപ്പൊ കൊണ്ടുവന്ന് ടോർച്ച് അടിച്ച് കൊടുത്ത് തീറ്റിച്ചിട്ടുണ്ടെന്ന്. ഒരു ഷുഗർ പേഷ്യന്റും BP ഉള്ള പേഷ്യന്റുമാണ്, ഗർഭിണിയാണ്. 9 മാസം 5 ദിവസമായ ഒരു ഗർഭിണിയാണ്. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റൂല. ഇന്നലെ രാത്രി 7:30ക്കാണ് വൈദ്യുതി തടസ്സം നേരിടുന്നത്. ജനറേറ്റർ തകരാറായതാണ് കാരണമെന്നും ഉടൻ തന്നെ പരിഹാരം കാണുമെന്നായിരുന്നു ആശുപത്രി അധികൃതർ അപ്പോൾ അറിയിച്ചിരുന്നത്. പക്ഷേ 1 മണിക്കൂർ പിന്നിട്ടു, പിന്നാലെ 2 മണിക്കൂറും പിന്നിട്ടു. അതിനിടയിലാണ് കൂട്ടിരിപ്പുകാരാകെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പിന്നാലെ പോലീസ് അടക്കമുള്ള സന്നാഹം ആശുപത്രി പരിസരത്തേക്കെത്തി. സ്ഥിതിഗതികൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയായിരുന്നു. KCBയുടെ നേരിട്ടുള്ള സപ്ലൈ അല്ല SATയുടെ ഈ ബ്ലോക്കിലുള്ളത്. പകരം PWDയുടെ ട്രാൻസ്ഫോമർ വഴിയാണ് ഇവിടേക്ക് വൈദ്യുതി എത്തുന്നത്. പക്ഷേ ട്രാൻസ്ഫോമർ മെയിൻ്റനൻസിന്റെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസമായി പണി നടക്കുകയാണ്. അതിനാൽ SAT ആശുപത്രിയിൽ ജനറേറ്റർ സംവിധാനത്തിലൂടെയായിരുന്നു ഈ 2 ദിവസവും വൈദ്യുതി ലഭിച്ചത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരം 7:30യോടുകൂടി ഈ ജനറേറ്ററും പണിമുടക്കുകയായിരുന്നു. പിന്നാലെയാണ് കറണ്ട് പൂർണ്ണമായും പോകുന്നതും പ്രതിസന്ധിയിലാകുന്നതും. ഞങ്ങൾക്ക് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. ഞങ്ങൾ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. 2 ദിവസമായിട്ട് ഇവിടെ ജനറേറ്ററാണ് ഓടുന്നതെന്ന് പറഞ്ഞത്. കറണ്ട് അതിന് മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കറണ്ട് പോയത്? അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ജനറേറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂ എന്താണ് ഫൈൻഡ് ചെയ്യാറൊക്കെ പറ്റിയിട്ടില്ല. സംഭവത്തിൽ KCBക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് വകുപ്പ് അധികൃതർ പറയുന്നത്. അതേസമയം തന്നെ PWD ഇലക്ട്രോണിക് വിഭാഗമാണ് ഈ വിഷയത്തിൽ മെയിൻ്റനൻസ് നടത്തേണ്ടത്. അത് കൃത്യമായി നടത്താത്തതാണ് ഈ വിഷയം ഇത്രത്തോളം അധികം എത്തിയത് എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം തന്നെ ഇങ്ങനെയൊരു മെയിൻ്റനൻസ് പണി നടക്കുമ്പോൾ പോലും ബദൽ സംവിധാനം ഒരുക്കാൻ SAT ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വസ്തുത. ഇതിനിടയിലാണ് ആരോഗ്യമന്ത്രി വിഷയത്തിൽ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ പറഞ്ഞതുപ്രകാരം പ്രാഥമികമായ വിലയിരുത്തൽ ആശുപത്രി അധികൃതർക്കും PWD ഇലക്ട്രോണിക് വിഭാഗത്തിനും ചില പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. പ്രധാനമായും ഇങ്ങനെയൊരു വൈദ്യുതി മുടങ്ങുമെന്ന വിവരം ലഭിച്ചിട്ടും ആശുപത്രി അധികൃതർക്ക് കൃത്യമായ ബദൽ സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. 2 ജനറേറ്റർ സംവിധാനം ഉണ്ടാകുമ്പോൾ പോലും മറ്റൊരു ജനറേറ്റർ സംവിധാനം അത് കാര്യക്ഷമമാണോ എന്ന പരിശോധന നടന്നില്ല. 3 മണിക്കൂർ വൈദ്യുതി ലഭിക്കാതെ വന്നപ്പോൾ മാത്രമാണ് ജനറേറ്റർ എടുക്കാനുള്ള സംവിധാനത്തിലേക്ക് പോലും കാര്യങ്ങൾ കടന്നത്. പിന്നീട് ഒരു ജനറേറ്റർ എത്തിക്കാനുള്ള കാലതാമസവും അത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെയും ഉദ്യോഗസ്ഥ തലത്തിലടക്കം വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. വകുപ്പുകൾ അവരവരുടെ കുറ്റത്തിൽ നിന്നും പിൻവാങ്ങുന്നുണ്ടെങ്കിലും കൈയൊഴിയുന്നുണ്ടെങ്കിലും 3 വകുപ്പുകൾക്കും ഇതിൽ നിന്നും പിൻവാങ്ങാൻ കഴിയില്ല എന്നതാണ് വസ്തുത. കറണ്ട് ഇല്ലാതെ മോൾ ഇന്ന് സിസേറിയൻ കഴിഞ്ഞ് കിടക്കുകയാണ്. കാര്യം പ്രസവിച്ച് ഇപ്പൊ കിടക്കുകയല്ലേ. അപ്പം വീശറി വാങ്ങിച്ചു കൊടുത്താണ് വീശിക്കൊണ്ടിരുന്നത്. നമ്മളോട് പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇത്രയും നേരം ഇവിടെ വേളം ഉണ്ടാക്കിയിട്ട് നമ്മളുടെ പറഞ്ഞില്ല. നിങ്ങളുടെ പറഞ്ഞു തോന്നുന്നു, നമ്മളൊന്നും കേട്ടില്ല. എത്ര മണിക്കൂറാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 4 മണിക്കൂറായി തോന്നുന്നു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും പൂർണ്ണമായി പ്രശ്നം പരിഹരിക്കാൻ പാനൽ ബോർഡിലെ കോൺടാക്ടർ സ്വിച്ച് മാറ്റേണ്ടതുണ്ട്. തിങ്കളാഴ്ചയോടുകൂടി തന്നെ അത് മാറ്റുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഒപ്പം ഇത്തരത്തിലുള്ള പിഴവില്ലാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും അധികൃതർ അറിയിക്കുന്നു.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കറണ്ട് വരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഏത് വിധേനയും കറണ്ട് എത്തിക്കണമെന്നുള്ളത് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പാരലലായിട്ട് ജനറേറ്റർ കൊണ്ടുവന്നു. ഇവിടെയുള്ള യുവതികൾ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ അവരുടെ എല്ലാം കാര്യം സുരക്ഷിതമാണ്. കറണ്ട് വന്നിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടൊരു ജനറേറ്റർ കൂടി ഇവിടെ കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അനേകം കുട്ടികളും സ്ത്രീകളും എത്തുന്ന ആശുപത്രിയാണ്. കഴിഞ്ഞ ദിവസം മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തത് ആശ്വാസകരം. എങ്കിലും ഇത്തരമൊരു വീഴ്ച ഇനി ഒരിക്കലും സംഭവിക്കാതിരിക്കണം. അതിന് മുൻകരുതലുകൾ എടുത്തേ മതിയാകൂ. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.